സസ്പെൻഷൻ പിൻവലിക്കുന്നതിനുള്ള ഹിയറിംഗ് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന എൻ പ്രശാന്തിന്റെ ആവശ്യം തള്ളി സർക്കാർ. രഹസ്യ സ്വഭാവമുള്ള അച്ചടക്ക നടപടിയാണ് ഹിയറിംഗ്. റെക്കോർഡിംഗ് നടത്തണമെന്ന ആവശ്യവും അംഗീകരിക്കില്ലെന്ന് സർക്കാർ അറിയിച്ചു. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, എൻ പ്രശാന്തിനോട് നോ ബ്രോ നോ എന്ന് പറയുകയാണോ ചീഫ് സെക്രട്ടറി? സുജയ, അങ്ങനെ തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, തത്സമയം തൻ്റെ ഹിയറിംഗ് സംപ്രേഷണം ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്ന ആവശ്യം, എൻ പ്രശാന്തിൻ്റെ ആവശ്യം സർക്കാർ തള്ളിയിരിക്കുന്നു എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, ഇന്നലെ എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തൻ്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. തത്സമയ സംപ്രേഷണവും ഒപ്പം റെക്കോർഡിങ്ങും ഉണ്ടാകും. അത് താൻ ഇംഗ്ലീഷിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല. ലൈവ് സംപ്രേഷണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്ന തരത്തിലുള്ള ഒരു അവകാശവാദം എൻ പ്രശാന്ത് ഉന്നയിച്ചിരുന്നു. അതും പൊളിയുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സർക്കാർ തീരുമാനത്തോടു കൂടി വരുന്നത്. സർക്കാർ ഇതിൽ പറയുന്നത് ഇതൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഹിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് രഹസ്യ സ്വഭാവമുണ്ട്. അത് പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത് പിന്നീട് എടുത്ത് ഉപയോഗിക്കാവുന്ന തരത്തിൽ റെക്കോർഡ് ചെയ്യേണ്ട ഒരു രീതിയില്ല. അങ്ങനെ ഒരു സമ്പ്രദായം സർക്കാരിനില്ല. അതുകൊണ്ട് ആ ആവശ്യം, എൻ പ്രശാന്തിന്റെ ആവശ്യം പൂർണ്ണമായി നിരാകരിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു. അടുത്ത ബുധനാഴ്ച വൈകിട്ട് 4:30 ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ ഹാജരാകാനാണ് പ്രശാന്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തത്സമയ സംപ്രേഷണം ഇല്ലെങ്കിലും ചേംബറിൽ ഹിയറിംഗിന് വേണ്ടി പ്രശാന്ത് ഹാജരാകും എന്നാണ് മനസ്സിലാക്കുന്നത്. സുജയ, 16-ാം തീയതിയാണ് ഹിയറിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. തത്സമയ സംപ്രേഷണം ഉണ്ടാകില്ല, റെക്കോർഡിംഗ് പറ്റില്ല എന്ന നിലപാടെടുക്കുന്നു സർക്കാർ. താങ്ക് യു.